നിഷ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്താണ് ഉള്ളത്. നിഷ, എപ്പോഴാണ് ഈ മിഥുൻ്റെ അമ്മ പുറത്തേക്ക് എത്തുന്നത്? ഏതാണ്ട് 9 മണിയോടുകൂടി കുവൈറ്റിൽ നിന്നുള്ള വിമാനം ലാൻഡ് ചെയ്തതായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ ഈ അമ്മ പുറത്തേക്ക് എത്തുമോ നിഷ? ഗൗതം, ഏത് നിമിഷവും അവർ പുറത്തേക്ക് ഇറങ്ങി വരും. എന്തായാലും വിമാനം 9 മണിയോടുകൂടി തന്നെ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. സുജ ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് കടന്നു വരും. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിമാനത്താവളത്തിന് പുറത്ത് നിൽക്കുന്നത്. മിഥുൻ്റെ ഇളയ സഹോദരൻ സുജിനുണ്ട്, സുജിയുടെ ബന്ധുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ഇവരുടെ അയൽവാസികളുണ്ട്. എല്ലാവരും തന്നെ സുജയുടെ വരവ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. രാവിലെ 7 മണിയോടുകൂടി തന്നെ ഇവരിവിടെ എത്തിയിട്ടുണ്ട്. ബന്ധുക്കൾ ഇവിടെ സുജയെ കൊണ്ടുപോകാനായി എത്തിയിട്ടുണ്ട്. സുജ അല്പസമയത്തിനകം തന്നെ ഈ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും. സുജയുമായി ഇവരിവിടുന്ന് പോയാലും ഏകദേശം 4 മണിക്കൂറോളം സമയം, ഇവർ പറയുന്നതനുസരിച്ച് 1 മണി കഴിയും ഇവർ തേവലക്കരയിലെ വീട്ടിലെത്താൻ. തേവലക്കരയിലെ വീട്ടിൽ സുജ എത്തുമ്പോഴേക്കും മിഥുൻ അവിടെ എത്തിയിട്ടുണ്ടാകും. അമ്മയെ കാത്ത് അവനവിടെ ഉണ്ടാകും. ആ ഒരു സമയത്തായിരിക്കും സുജ അവിടേക്ക് ചെല്ലുന്നത്. 4 മണിക്കൂർ ദൂരം, ബ്ലോക്ക് ഇല്ലെങ്കിൽ ഏകദേശം 4 മണിക്കൂറോളം സമയമെന്നാണ് ഈ അവിടെ നിന്ന് വന്ന ആളുകൾ പറയുന്നത്. പോലീസ് എസ്കോർട്ട് ഉണ്ടാവും ഇവർക്ക് പോകാനായി ആലപ്പുഴ വഴി കൊല്ലത്തേക്ക്. അങ്ങനെയാണ് ഇവരുടെ ഒരു യാത്ര എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ബന്ധുക്കളുണ്ട്, ഇവരുടെ അയൽവാസികളുണ്ട്, എല്ലാവരും തന്നെ സുജയെ കൊണ്ടുപോകാനായി എത്തിയിട്ടുണ്ട്. സുജ തുർക്കിയിലായിരുന്ന ഒരു സമയത്താണ് ഈ കുഞ്ഞിൻ്റെ മരണവാർത്ത അറിയിക്കുന്നത്. ആലുവ MLA അൻവർ സാദത്ത് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സുജയുടെ ബന്ധുക്കളുണ്ട്, അവരുമായിട്ട് MLA സംസാരിക്കുന്നുണ്ട്. ഏത് നിമിഷവും സുജ ഇവിടേക്ക് ഇറങ്ങി വരും. നമ്മൾ വിമാനത്താവളത്തിന് പുറത്ത് നിൽക്കുകയാണ്. ഏത് നിമിഷവും അമ്മ കടന്നു വരുന്നതും പ്രതീക്ഷിച്ച് സുജയുടെ ഇളയ മകൻ മിഥുൻ്റെ സഹോദരൻ സുജിൻ ഇവിടെയുണ്ട്. സുജയുടെ സഹോദരിയുണ്ട്, ഇവരുടെ അയൽവാസികളുണ്ട്. ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ ഈ അയൽവാസികളും ബന്ധുക്കളൊക്കെ തമ്മിൽ നല്ല ഒരു സൗഹൃദത്തിലാണ്. കാരണം സുജ അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ അകത്തുനിന്നും വരുന്നുണ്ട്. സുജ അകത്തുനിന്നും വരുന്നുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് വരും. സുജയുടെ ബന്ധുക്കൾ, സഹോദരി, അയൽവാസികൾ എല്ലാവരും സുജയെ കാത്ത് ഇവിടെ നിൽക്കുകയാണ്. 2 ദിവസമായി മിഥുൻ മരിച്ച അന്ന് രാത്രിയാണ് അമ്മയായ സുജയെ വിവരം അറിയിക്കുന്നത്. അവർ അന്ന് തൊഴിലുടമയുടെ കുടുംബത്തിനൊപ്പം തുർക്കിയിലായിരുന്നു. തുർക്കിയിൽ നിന്ന് അവർ നേരെ തൊഴിലുടമ ഇവർക്ക് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പെട്ടെന്ന് തന്നെ സുജയെ നാട്ടിൽ എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ തൊഴിലുടമ തന്നെ ഒരുക്കി നൽകി. അങ്ങനെ അവർ ഇന്ന് മിഥുൻ്റെ സംസ്കാരം ഇന്ന് തീരുമാനിക്കാൻ തന്നെ കാരണം അമ്മ ഇന്ന് രാവിലെ എത്തും. അതുകൊണ്ട് തന്നെയാണ് അമ്മയെ കാത്ത് 2 ദിവസമായി. നമുക്കറിയാം, അവൻ്റെ കുഞ്ഞു ശരീരം മോർച്ചറിയിലെ തണുപ്പിനുള്ളിലായിരുന്നു. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എടുക്കും. അവൻ പഠിച്ച സ്കൂളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അമ്മ വരുന്ന സമയത്ത് അവനും വീട്ടിലെത്തിയിട്ടുണ്ടാകും. 2 മക്കളെ അച്ഛനെ ഏൽപ്പിച്ച് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായി തൊഴിൽ തേടി അന്യദേശത്തേക്ക് പോയൊരമ്മയാണ് ഇപ്പോൾ മകൻ്റെ മരണവാർത്ത അറിഞ്ഞ് അവർ ഈ നാട്ടിലേക്ക് ഇപ്പോൾ എത്താൻ പോകുന്നത്. എന്തായാലും ഇളയ മകൻ ഉണ്ട്, അമ്മയെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോകാനായി. ഇളയ മകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ സുജയുടെ ഇളയ മകൻ സുജിൻ, അവൻ അമ്മയെ കൊണ്ടുപോകാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. സുജയുടെ സഹോദരിയുണ്ട്. അവനെ നമുക്കറിയാം എത്രത്തോളം ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആ കുഞ്ഞ് വരുന്നത്. അവനെ ആശ്വസിപ്പിക്കാനായി അവന് വേണ്ടപ്പെട്ട ആളുകൾ, അവൻ്റെ തൊട്ട അയൽവക്കത്തുള്ള ആളുകൾ, അവരുമൊക്കെയായി വളരെ വലിയ ഒരു ആത്മബന്ധം പുലർത്തിയിരുന്ന കുഞ്ഞുങ്ങളാണ്. അവരും അവനെ ആശ്വസിപ്പിക്കാനായി അവൻ്റെ കൂടെ തന്നെ ഇവിടെയുണ്ട്. എന്തായാലും അമ്മ വന്നിറങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി 2 മക്കളും ചേർന്ന് സ്വീകരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് അവൻ ഒറ്റയ്ക്ക് അമ്മയെ കൊണ്ടുപോകാനായി എത്തിയിരിക്കുന്നത്. 2 പേരും ചെന്ന് കയറുന്നത് ചേട്ടൻ്റെ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരമുള്ള ആ ഒരു വീട്ടിലേക്കാണ്. എന്തായാലും അതിവൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് അല്പസമയത്തിനകം ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. എന്തായാലും എല്ലാ ബന്ധുക്കളും എനിക്ക് തോന്നുന്നു ഏതാണ്ട് 3/4 മണിക്കൂറോളം സമയമായി സുജയെ പ്രതീക്ഷിച്ച് ഇവിടെ കാത്തു നിൽക്കുകയാണ്. 8:55 തന്നെ കുവൈറ്റ് എയർവേസ് നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തിരുന്നു. 9:04 പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടും അല്പം കൂടി വൈകുകയാണ്. എന്തായാലും ഏത് നിമിഷവും സുജ ഇവിടേക്ക് കടന്നു വരാം. സുജയുമായി
കൊല്ലത്തേക്ക് പോകാനായി വാഹനമടക്കം തയ്യാറാക്കി ബന്ധുക്കൾ ഇവിടെ കാത്തു നിൽപ്പുണ്ട്. വാഹനം ഈ സുജ ഇറങ്ങി വരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വാഹനം ഇട്ടിരിക്കുന്നത്. സുജ ഇറങ്ങി വന്നാൽ ഉടൻ തന്നെ സുജയുമായി ബന്ധുക്കൾ തേവലക്കരയിലേക്ക് പോകും. പോലീസിൻ്റെ സഹായത്തോടു കൂടി തന്നെ, പോലീസ് എസ്കോർട്ടോടു കൂടി തന്നെയാണ് സുജയുമായി അവർ തേവലക്കരയിലേക്ക് പോവുക. ഈ സമയത്തെ ഒരു ഗതാഗതക്കുരുക്കൊക്കെ നമുക്കറിയാം. എന്തായാലും ഗതാഗതക്കുരുക്ക് ഇല്ലെങ്കിൽ 4 മണിക്കൂർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇവർ ഇവിടെ നിന്ന് പോയാലും ഏതായാലും 1-1:30 കൂടി മാത്രമേ വീട്ടിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് അയൽവാസികളൊക്കെ പറഞ്ഞത്. ആ ഒരു സമയം എടുക്കും തേവലക്കരയിലേക്കുള്ള യാത്രയ്ക്ക്. എന്തായാലും 1 മണിക്ക് ശേഷം ഇവർ തേവലക്കരയിൽ എത്തും. അമ്മ കടന്നു ചെല്ലാൻ പോകുന്നത് അത്രത്തോളം വൈകാരികമായ ഒരു സാഹചര്യത്തിലേക്കാണ്. 2 മക്കളെ അച്ഛനെ ഏൽപ്പിച്ചു പോയ ഒരമ്മ, ഒരു മകൻ നഷ്ടപ്പെട്ട ആ വേദനയിൽ വരുമ്പോൾ നമുക്കറിയാം അത് എത്രത്തോളം പറഞ്ഞു പോലും നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ആ അമ്മ ഇപ്പോൾ വന്നിറങ്ങാൻ പോകുന്നത്. അമ്മയെ കൊണ്ടുപോകാൻ, അമ്മയെ ആശ്വസിപ്പിക്കാനായി ഇളയ കുഞ്ഞിവിടെ വന്നിട്ടുണ്ട്. 6ാം ക്ലാസ്സുകാരനാണ് അവൻ. ഇന്നലെ മുഴുവൻ 2 മക്കളും അച്ഛനും കൂടി കഴിഞ്ഞിരുന്നൊരു വീടാണ്. ആ വീട്ടിൽ അവനില്ലാതെ അവൻ്റെ അനുജൻ 2 ദിവസം കഴിഞ്ഞു. മോർച്ചറിയുടെ തണുപ്പിൽ മിഥുൻ കഴിയുന്ന ആ ഒരു സമയം വീട്ടുകാർ, നമുക്ക് പറയാം, ആകെ ഒരു ഇരുട്ടിലായിരുന്നു ആ വീട്ടുകാർ 2 ദിവസം കഴിഞ്ഞത്. അവൻ്റെ മിഥുൻ്റെ മരണ വാർത്ത അമ്മ അറിയുന്നത് മിഥുൻ മരിച്ച അന്ന് രാത്രി വളരെ വൈകിയാണ്. ആ മരണ വാർത്ത അറിഞ്ഞത് മുതലുള്ള മണിക്കൂറുകൾ അവർ തള്ളി നീക്കിയ ആ ഒരു സാഹചര്യം, അതിനൊക്കെ അപ്പുറമാണ് അവരിപ്പോൾ നാട്ടിലേക്ക് വന്നിറങ്ങുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും മിഥുനെ, സുജയെ കാത്ത് ഇളയ മകനുണ്ട്, സുജയുടെ ബന്ധുക്കളുണ്ട്. അവരൊക്കെ തന്നെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോകാനായി വന്നിട്ടുണ്ട്. സുജ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മിഥുൻ്റെ സഹോദരൻ സുജിൻ, 6ാം ക്ലാസ്സുകാരൻ സുജിൻ, കൂടെ നിൽക്കുന്നത് അവന്റെ അമ്മയുടെ സഹോദരി ശ്രീജ എന്നിവരാണ്. വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. ഇപ്പോൾ ഈ മിഥുന്റെ വീട്ടിൽ നിന്നും സുധീഷ് ഗോപാൽ കൂടി തത്സമയം ചേരുകയാണ്. സുധീഷ്, ഉച്ചതിരിഞ്ഞ് മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് വീട്ടുവളപ്പിലാണ്. അവിടെ ഇതിനായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? ഗൗതം, ഇപ്പോൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്നും അച്ഛനടക്കമുള്ള അടുത്ത ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങി പൊതുദർശനത്തിനായി തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അവർ പോയിട്ടുള്ളത്. ഇപ്പോൾ വീട്ടിൽ ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഭാഗത്ത് നിന്ന് മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനുവേണ്ട കുഴി എടുക്കുന്നതടക്കമുള്ള ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അപ്പോഴത്തേക്കും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇവർ ഇപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ ഇതിനു വേണ്ട ചിതയൊരുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാകും എന്നതാണ് നമുക്ക് പറയാനാകുന്നത്. മിഥുൻ പിച്ച വെച്ച് കളിച്ച് വളർന്ന ആ വീടിൻ്റെ പിന്നാമ്പുറത്താണ് ഇത്തരത്തിൽ ചിതയൊരുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വലിയ സർക്കാർ സംവിധാനങ്ങളുടെയും സ്കൂൾ അധികൃതരുടെയും എല്ലാം വലിയ അനാസ്ഥ കാരണം തന്നെയാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം രൂപപ്പെട്ടത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള മിഥുനാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ അധ്യയനം ആരംഭിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടി അമ്മ ഇവിടേക്ക് എത്തും. രാവിലെ 8:50 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ അമ്മയ്ക്ക് ഇവിടെ വീട്ടിലേക്ക് അതിവേഗത്തിൽ എത്തുന്നതിന് വേണ്ട സജ്ജീകരണങ്ങളും പോലീസിൻ്റെ അടക്കമുള്ള സഹായത്തോടെ ഒരുക്കുന്നുണ്ട്. ഉച്ചയോടെ അമ്മ എത്തുമ്പോഴേക്കും മൃതദേഹവും ഇവിടെ എത്തിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 12:30 വരെയാണ് പൊതുദർശനം. അതിനുശേഷമാണ് വീട്ടിലേക്ക് വിലാപയാത്രയായി മൃതദേഹം എത്തിക്കുന്നത്. മിഥുനെ നോക്കി സ്കൂളിൽ ഒരുക്കി വിടുകയും എല്ലാം ചെയ്യുന്ന മുത്തശ്ശി, അച്ഛൻ്റെ അമ്മ ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ തേങ്ങലാണ്. അതിപ്പോഴും അടങ്ങാതെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. അമ്മയുടെ തേങ്ങൽ കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാവുന്നതായിരുന്നില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് മകന് മികച്ച വിദ്യാഭ്യാസം നൽകുക, കെട്ടുറപ്പുള്ള ഒരു വീട് നിർമ്മിക്കുക തുടങ്ങിയ വിവിധ ലക്ഷ്യങ്ങളോടെയാണ് അമ്മ വിദേശത്തേക്ക് പോയത്. ആ പോയ അമ്മ ഏതാണ്ട് 4 മാസത്തിന് ശേഷം അറിയുന്നത് മകൻ്റെ വേർപാടിൻ്റെ വാർത്തയാണ്. അതും വളരെ വേദനയോടെ തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം മകൻ്റെ മികച്ച വിദ്യാഭ്യാസം അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് പോയ അമ്മയ്ക്ക് മുമ്പിൽ ആ പ്രതീക്ഷയ്ക്കുള്ള വലിയ കനത്ത തിരിച്ചടി, ആ ഒരു വേദന ഇത്രയും ദൂരെ നിന്ന് കേൾക്കേണ്ടി. തുർക്കിയിലായിരുന്നു ഈ വിവരം അറിയുമ്പോൾ അമ്മയുള്ളത്. അവിടെ നിന്നുമാണ് കുവൈറ്റിലെത്തി. കുവൈറ്റിൽ നിന്നും വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലെത്തി ഇപ്പോൾ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ബന്ധുക്കൾ
അമ്മയെ വിളിക്കുന്നതിന് വേണ്ടി നെടുമ്പാശ്ശേരിയിലേക്ക് ഇന്ന് പുലർച്ചെ തന്നെ പോയിരുന്നു. ഇളയ മകനടക്കം അവിടെ എത്തിയിരുന്നു. അങ്ങനെ അമ്മ ഉച്ചയോടുകൂടി തന്നെ വീട്ടിലെത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. വളരെ വൈകാരികമായ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കാണാൻ കഴിഞ്ഞത്. അതിന് സമാനമായ സാഹചര്യം, അതിലും കൂടുതൽ വൈകാരികമായ ഒരു അനുഭവമായിരിക്കും ഇന്ന് ഉണ്ടാകുക എന്നതും സുധീഷ്, ഞാൻ സുധീഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മിഥുൻ്റെ അമ്മ സുജ പുറത്തേക്ക് എത്തുന്നു. സ്ഥലം MLAയും അടുത്ത ബന്ധുക്കളുമാണ് ഇപ്പോൾ ഈ അമ്മയെ കൊണ്ടുപോകുന്നതിനായി, കൊല്ലത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി എത്തിയിട്ടുള്ളത്. നിഷ ദിലീപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ചേരുന്നുണ്ട്. നിഷ, അമ്മ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണല്ലോ ഇപ്പോൾ കാണുന്നത്. താഴെ വീണ് പിടിച്ചെഴുതിപ്പിക്കേ ഗൗതം, ഏറ്റവും അതിവൈകാരികമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് മിഥുൻ്റെ അമ്മ സുജ ഇവിടെ എത്തിയിട്ടുണ്ട്. സുജ മകനെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. സുജയുടെ ഇളയ മകൻ മിഥുൻ്റെ സഹോദരൻ സുജിനാണ് ഒപ്പമുള്ളത്. സുജ ഇവിടെ എത്തി മകനുമായി എയർപോർട്ടിന് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു സെക്കൻഡ് ചേട്ടാ പോലെ ബാഗുണ്ട് സാറേ. സുജ ഇപ്പോൾ വാഹനത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവർ നേരെ പോകുന്നത് തേവൽക്കരയിലെ വീട്ടിലേക്കാണ്. സുജയെ കൊണ്ടുപോകാനായി രാവിലെ തന്നെ ബന്ധുക്കളും സുജയുടെ സഹോദരിമാരും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സുജയുടെ സഹോദരിയും സുജിനും കൂടിയാണ് സുജ വന്നപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടത്. അതിവൈകാരികമായ ഒരു നിമിഷമായിരുന്നു അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായത്. എന്തായാലും ഇളയ മകൻ അമ്മയെ കൊണ്ടുപോകാനായി വന്ന് കാത്തുനിന്നു. മകനും 2 മക്കളെ അച്ഛനെ ഏൽപ്പിച്ചു പോയ അമ്മയാണ് ഇപ്പോൾ ഒരു മകന്റെ ചേതനേറ്റ് അടുത്തേക്ക് ഇപ്പോൾ പോകുന്നത്. എന്തായാലും ബന്ധുക്കളും അയൽവാസികളും അടക്കമുള്ള ആളുകളാണ് സുജയെ കൂട്ടിക്കൊണ്ടുപോകാനായി വന്നത്. സുജയുമായി ബന്ധുക്കളും അയൽവാസികളും ഒക്കെ സുജയുമായി ഇപ്പോൾ തേവലക്കരയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഏകദേശം 4 മണിക്കൂറോളം സമയമെടുക്കും ഇവർ തേവലക്കരയിലെ വീട്ടിലെത്താൻ. ഇവർ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 1 മണിക്ക് ശേഷം തേവലക്കരയിലേക്ക് സുജ എത്തും. ആ സമയത്ത് മിഥുൻ അവിടെ ഉണ്ടാകും. ചേതനയറ്റ അവൻ്റെ ശരീരം കാണാനാണ് അവൻ്റെ അമ്മ ഇപ്പോൾ കൊല്ലത്തേക്ക് പോകുന്നത്. ഈ മക്കൾക്ക് മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കാനായി അന്യദേശത്ത് തൊഴിൽ തേടിപ്പോയ ഒരമ്മയാണ് ഇപ്പോൾ മകൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിലേക്ക് എത്താനായി ഇപ്പോൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. എന്തായാലും സുജയുമായി ബന്ധുക്കൾ തേവലക്കരയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഗൗതം.